ഇത്തിരി അപ്പത്തിന് വേണ്ടിയേ അരി കുതിർത്താനിട്ടിട്ടുണ്ടായിരുന്നേ. ഉച്ചക്ക് 1 കപ്പ് അരിയാണ് ഞാൻ ഇട്ടേച്ചത്. അതിനൊരിത്തിരി ചോറും ഒരിത്തിരി തേങ്ങയും ഒരു നുള്ളു ഈസ്റ്റും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് ഞാൻ അടിച്ചു വെച്ചത്. ഒരു 3 മണിക്ക് മുമ്പായിട്ട് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. 8 മണി ആയപ്പോൾ തന്നെ ഇവിടെ ആൾക്കാർക്ക് വിശന്ന് തുടങ്ങി. അപ്പോൾ തന്നെ ഞാനത് ചുട്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പൊന്തിയിട്ടും ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റും ആയിരുന്നേ. ഒരു ഉരുളക്കിഴങ്ങിട്ട് ബീഫ് ഉലത്തിയിട്ടുണ്ടായിരുന്നു, ചാപ്സും ഉണ്ടായിരുന്നു. എന്ത് പരിപാടിക്കും ബീഫിൻ്റെ ചാപ്സ് ഇവിടെ ഉണ്ടാവേ. പിള്ളേർക്കാണെങ്കിലും അതാണ് ഇഷ്ടം. ചാപ്സിൻ്റെ ബീഫിനൊക്കെ നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല സെറ്റായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ നാളായി മേടിച്ച് വെച്ചേച്ച് ഒരു ചുരിദാറുണ്ട്, ചുരിദാറിൻ്റെ പീസ് ഉണ്ട്. അപ്പോൾ അത് ഇരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. പറ്റുമെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ ഇടാനായിട്ട് അത് തയ്ച്ച് കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് ഒരു മിക്ക തയ്യൽക്കാരുടെയും അവസ്ഥയാണ്. സ്വന്തം ചുരിദാർ തയ്ക്കുന്നത് ആറ്റപ്പറ്റ സമയത്തായിരിക്കുമല്ലോ തയ്ക്കുന്നത്. പുഴയിൽ ലൈറ്റ് ഇട്ടേക്കണ കാണാൻ പോകണമെന്നും പറഞ്ഞ് ബഹളമായി. ചമ്പക്കര കനാലിലെ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ലൈറ്റൊക്കെ ഇടുകയും അത് കാണാൻ വേണ്ടി പോവുകയാണേ.